അവിടെ ഒരു നാട്ടുവൈദ്യൻ പോലെ ഒരു ആളാണ്. അപ്പോൾ ഇവിടെ ഭയങ്കര തിരക്ക്. നമുക്കും ഭയങ്കര ക്യൂരിയോസിറ്റി ആയി എന്താണ് ഇവിടെ സെല്ല് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പലരും ലേറ്റ് സ്റ്റേജിലാണ്, തിമിരം കുറെ കൂടിപ്പോയതിന് ശേഷമാണ് അവർ നാട്ടിൽ വരുന്നതും മീൻസ് അതുപോലെ തന്നെ തിമിര ശസ്ത്രക്രിയക്ക് വിധേയമാകുന്നതും. തിമിര ശസ്ത്രക്രിയക്ക് ശേഷമുള്ള പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡോക്ടർ യൂഷ്വലി ഒരു പോസ്റ്റ് ഓപ്പറേറ്റീവ് മെഡിസിൻസ്, ഒരു സെറ്റ് ഓഫ് മെഡിസിൻസ് നിങ്ങൾക്ക് പ്രിസ്ക്രൈബ് ചെയ്യും. അത് നിങ്ങൾ കറക്റ്റ് ടൈമിൽ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ മീൻസ് മെയിൻലി നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫെക്ഷൻസ് ഒന്നും വരാതെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു ലിമിറ്റഡ് ടൈമിലോട്ട് നമ്മൾ ഫേസ് വാഷ് അതുപോലെ തന്നെ ഹെഡ് ബാത്ത് ഒക്കെ പേഷ്യൻസിനോട് അവോയ്ഡ് ചെയ്യാൻ പറയാറുണ്ട്. അതുപോലെ തന്നെ ഒരു പ്രൊട്ടക്റ്റീവ് ഗ്ലാസ്സസ് അത് എപ്പോഴും യൂസ് ചെയ്യുക. അതുപോലെ തന്നെ സർജറി കഴിഞ്ഞ ഒരു 2 ആഴ്ചയിലോട്ട് നമ്മൾ പുറത്തോട്ടുള്ള വിസിറ്റ്സും അതുമൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. തിമിരം നമുക്ക് ഒരിക്കലും പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ഡിസീസ് അല്ല. നമ്മൾ ഏജ് ആകുമ്പം ഒരു അളവിൽ എല്ലാവർക്കും തിമിരം ഫോം ആകും എന്നുള്ളതാണ്. പക്ഷേ എങ്ങനെ നമുക്ക് തിമിരം ഫോം ആകുന്നത് കുറച്ച് പ്രൊലോങ് ചെയ്യാം എന്നുള്ളത് മീൻസ് പേഷ്യൻസ് യൂഷ്വലി ചോദിക്കാറുണ്ട്. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളുടെ തൊട്ടടുത്ത സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാടിനെ വെച്ച് നോക്കുമ്പോൾ മലയാളികൾക്ക് തിമിരം ഒത്തിരി കുറവാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അവിടുത്തെ ക്ലൈമറ്റാണ്, ഹോട്ട് ക്ലൈമറ്റ്. അതുപോലെ തന്നെ മെജോറിറ്റി ആൾക്കാരും പുറത്ത് സൺലൈറ്റിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ് തമിഴ്നാട്ടിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ തിമിരത്തിൻ്റെ അളവ് ഒത്തിരി കൂടുതലാണ്. അപ്പം ഇതെല്ലാം ഇത് നമ്മുടെ ലൈഫ് സ്റ്റൈല്, അതുപോലെ തന്നെ നമ്മളുടെ UV എക്സ്പോഷർ, ഇതെല്ലാം നമുക്ക് തിമിരം എത്ര വേഗം ഫോം ആകുന്നു എന്നുള്ളതിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. എസ്പെഷ്യലി ഇപ്പം കേരളത്തിൽ നമ്മൾ ഒത്തിരി പേരും പുറത്ത് വർക്ക് ചെയ്യുന്നവരാണ്, മീൻസ് എബ്രോഡ്, ഗൾഫ് കൺട്രീസിലൊക്കെ വർക്ക് ചെയ്യുന്നതാണ്. സോ വളരെ ഹോട്ട് ക്ലൈമറ്റ് ആയിട്ടുള്ള കൺട്രീസാണ് ഇതെല്ലാം തന്നെ. അപ്പം ഇത്തരത്തിലുള്ള ആളുകളിലെല്ലാം തിമിരം നേരത്തെ ഫോം ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. മാത്രമല്ല ഇവർ വർഷത്തിൽ ഒരു പ്രാവശ്യമൊക്കെയാണ് നാട്ടിലോട്ട് വരുന്നത്. അപ്പം ഒരു ഏർലി സ്റ്റേജിൽ തിമിരം കണ്ടുപിടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവിടെ ചെക്കപ്പ് ചെയ്യാനും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പലരും ലേറ്റ് സ്റ്റേജിലാണ്, തിമിരം കുറെ കൂടിപ്പോയതിന് ശേഷമാണ് അവർ നാട്ടിൽ വരുന്നതും മീൻസ് അതുപോലെ തന്നെ തിമിര ശസ്ത്രക്രിയക്ക് വിധേയമാകുന്നതും. അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള നമ്മുടെ പ്രമേഹവും രക്തസമ്മർദ്ദം പോലെയുള്ള രോഗങ്ങൾ നന്നായിട്ട് കൺട്രോൾ ചെയ്യുക. അതുപോലെ തന്നെ പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്നതിലൂടെ, അതുപോലെ UV പ്രൊട്ടക്റ്റീവ് ഗ്ലാസ്സസ് യൂസ് ചെയ്യുന്നതിലൂടെ, എസ്പെഷ്യലി പുറത്ത് വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ, സൺലൈറ്റിൽ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ UV പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഗ്ലാസ്സസ് യൂസ് ചെയ്യുക എന്നുള്ളത് വളരെ കമ്പൽസറിയാണ്. തിമിരത്തിൻ്റെ ഏർലി സ്റ്റേജിൽ പേഷ്യൻസിന് എന്താണ് ഫീൽ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്ലെയർ പോലെ ഫീൽ ചെയ്യും. അതുപോലെ തന്നെ നൈറ്റ് ഡ്രൈവിംഗ്, യൂഷ്വലി ആളുകളെല്ലാം പറയുന്നതാണ് നൈറ്റ് ഡ്രൈവിംഗ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. മീൻസ് ഓപ്പോസിറ്റ് ലൈറ്റ് അടിക്കുന്ന സമയത്ത്, ബ്രൈറ്റ് ലൈറ്റ് അടിക്കുന്ന സമയത്ത് നമുക്കൊന്നും കാണാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും ഉണ്ടാവുക. വളരെ ഗ്ലെയർ ആയിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഏർലി സ്റ്റേജിൽ നമുക്ക് ചെറിയ രീതിയിലുള്ള കാഴ്ചമംഗലും തോന്നി തുടങ്ങും. സോ ഈ സമയത്ത് നമ്മൾ ചെക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏർലി കാറ്ററാക്ട് ഉണ്ട് എന്ന് ഡയഗ്നോസ് ചെയ്യും. പക്ഷേ ഏർലി കാറ്ററാക്ട് സ്റ്റേജിൽ ഒരിക്കലും നമ്മൾ തിമിര ശസ്ത്രക്രിയയിലോട്ട് പോകുന്നില്ല. നമ്മളത് കണ്ണാടി വെച്ച് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. തിമിരം നമുക്ക് എന്തെങ്കിലും ടോപ്പിക്കൽ മെഡിസിനിലൂടെ പലതരത്തിലുള്ള തുള്ളിമരുന്നുകളൊക്കെ മീൻസ് പേഷ്യൻസ് യൂസ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം അതിലൂടെ കുറയ്ക്കാൻ പറ്റുമോ എന്നുള്ളത് വലിയൊരു ഡൗട്ടാണ്. അപ്പം തിമിരം ഒരിക്കലും നമുക്ക് കണ്ണിൽ എന്തെങ്കിലും തുള്ളിമരുന്നുകൾ ഒഴിച്ചോ അല്ലെങ്കിൽ മരുന്നുകൾ കഴിച്ചോ കുറയ്ക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. സോ ഒരു പ്രാവശ്യം കുറച്ച് നാൾ മുന്നെയാണ് ഞാനൊരു ക്യാമ്പ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഫ്രീ കാറ്ററാക്ട് ക്യാമ്പ് കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഒരു 2-3 ഡോക്ടേഴ്സ് ഉണ്ട്. സോ നമ്മളുടെ അടുത്ത് വളരെ കുറച്ച് പേഷ്യൻസ് ഒക്കെ വരുന്നു. ഫ്രീ കാറ്ററാക്ട് സർജറീസിന് വേണ്ടിയിട്ടുള്ള അഡ്വൈസ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ വിടുന്നു. അപ്പം നമ്മളുടെ തൊട്ടപ്പുറത്ത് ഒരു ഫ്രീ സ്റ്റോളുണ്ട്. അപ്പം അവിടെ ഒരു നാട്ടുവൈദ്യൻ പോലെ ഒരു ആളാണ്. അപ്പം ഇവിടെ ഭയങ്കര തിരക്ക്. അപ്പം നമുക്കും ഭയങ്കര ക്യൂരിയോസിറ്റി ആയി എന്താണ് ഇവിടെ സെല്ല് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ ക്യാമ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ നാട്ടുവൈദ്യൻ്റെ അടുത്ത് പോയി നോക്കി. അപ്പം ഇയാൾ സെല്ല് ചെയ്യുന്നത് ഒരു കുപ്പിയിലൊരു മരുന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മരുന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കണ്ണിലുള്ള തിമിരം അലിഞ്ഞു പോകും എന്നാണ് അയാൾ പറയുന്നത്. തീർച്ചയായും ഇത്തരത്തിലുള്ള മരുന്നുകളിലൊന്നും പറ്റിക്കപ്പെടാതെ നിങ്ങളൊരു ഒഫ്തൽമോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് തിമിരം ഉണ്ടെന്ന് ഡയഗ്നോസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ തിമിര ശസ്ത്രക്രിയക്ക് വിധേയമാകേണ്ടതുമാണ്.